പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് സേവന സജ്ജമായി. ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ MP LADS ഫണ്ട് 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയിട്ടുള്ളത്. ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് തിങ്കളാഴ്ച രാവിലെ നടന്നു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് നൽകി ചാലക്കുടി MP ബെന്നി ബെഹനാൻ. അദ്ദേഹത്തിന്റെ MP LADS ഫണ്ടായ 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയിട്ടുള്ളത്. ആംബുലൻസിന്റെ സേവനോദ്ഘാടനം, താക്കോൽ കൈമാറ്റം എന്നിവ തിങ്കളാഴ്ച രാവിലെ MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. 2 വർഷം മുമ്പ് അനുവദിച്ചതായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം DMO ഓഫീസിലുണ്ടായിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് ഇത് നേരത്തെ ഇവിടെ എത്താൻ താമസിച്ചു പോയി. ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇടപെട്ട് തീർത്തു. ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. എന്റെ മാത്രം കഴിയല്ല. ഇങ്ങനെ ഒരു ആംബുലൻസ് ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ MLA ബഹുമാനപ്പെട്ട ശ്രീ അബ്ദോസ് കുന്നപ്പള്ളി, മുൻ ചെയർമാൻമാരായ ബിജു പോള്, സഖീർ ഹുസൈൻ, അതുപോലെ ഇപ്പോഴത്തെ കൗൺസിലേഴ്സ്, അവസാനം സാങ്കേതിക തടസ്സം വന്നപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച നമ്മുടെ MLA ബഹുമാനായ ശ്രീ മനോജ്, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ആംബുലൻസ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇനി അതിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നു. നമുക്കത് ഈ ആശുപത്രി നമുക്കൊക്കെ വളരെയേറെ ബന്ധമുള്ള, അടുപ്പമുള്ള ഒരു ആശുപത്രിയാണ്. പെരുമ്പാവൂർ കുന്നത്തനാട് താലൂക്ക് ആശുപത്രി എന്നറിയപ്പെടുമെങ്കിലും പുറമേക്ക് അറിയപ്പെടുന്ന പെരുമ്പാവൂർ ആശുപത്രി എന്നതാണ്. ഒട്ടേറെ മാറ്റങ്ങൾ ഈ ആശുപത്രിക്ക് ഉണ്ടായി, ഒട്ടേറെ വളർച്ചയുണ്ടായി. പക്ഷെ നമുക്കറിയാം, ഏത് ഗവൺമെന്റ് ആശുപത്രി എടുത്തു നോക്കിയാലും, മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എടുത്തു നോക്കിയാലും രോഗികളുടെ എണ്ണവും അവിടെ ഉള്ള സൗകര്യങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ചില കുറവുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല. താലൂക്ക് നമുക്കറിയാം, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ താലൂക്ക് ആശുപത്രികളുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മാറിയിട്ടുണ്ട്. ചടങ്ങിൽ മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റോസമ്മ PS പദ്ധതി വിശദീകരണം നടത്തി. 10 ലക്ഷം കൊണ്ട് നമുക്ക് ഒരു ആംബുലൻസ് വാങ്ങാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അത് കൊടുത്ത് നമ്മൾ വീണ്ടും ഒരു 10 ലക്ഷം കൂടെ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 20 ലക്ഷം വെച്ചിട്ട് ഇപ്പോൾ ഈ ആംബുലൻസിന് പർച്ചേസ് ഓർഡർ കൊടുക്കുകയും അത് വാങ്ങുകയും കിട്ടുകയും ചെയ്തത്. സാറിന്റെ കാലത്താണ് അത്. ഇവിടെ ആംബുലൻസ് നമുക്ക് ഉണ്ടായിരുന്ന ആംബുലൻസ്, പഴയ ആംബുലൻസ് ഇപ്പോൾ ഈ 15 വർഷം നമ്മൾ കാലയളവേ ഉള്ളൂ. 15 വർഷം കഴിഞ്ഞാൽ അതിന് കണ്ടംനേഷൻ പോയി. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ അത് പണിയൊക്കെ ചെയ്തിട്ട് വീണ്ടും അത് പുതുക്കിയെടുക്കാൻ 5 വർഷം കിട്ടും. പക്ഷെ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയ വണ്ടിയാണ്, അതിനുള്ള സാധ്യത ഇല്ലെന്നുള്ള അന്വേഷിപ്പാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ആംബുലൻസ് നമ്മുടെ അത്യാവശ്യമാണ് ആംബുലൻസ്. അതുകൊണ്ടാണ് ഈ ആംബുലൻസിന് വേണ്ടി തന്നെ ഒരു റിക്വസ്റ്റ് കൊടുത്തത്. അങ്ങനെയാണ് ഈ ആംബുലൻസ് നമുക്ക് ലഭ്യമായത്. അത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ആംബുലൻസ് എപ്പോഴും ആവശ്യമാണ്. കാരണം പേഷ്യൻസ് ഏറ്റവും വലിയൊരു റെഫറൻസ് ഉണ്ട്. നല്ലവരെ നമ്മളുടെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് 20 ഡോക്ടേഴ്സാണ് നമുക്കുള്ളത്. അതിൽ 3 ഡോക്ടേഴ്സ് നമുക്കിപ്പം വേക്കൻസി ഉണ്ട്. പിന്നെ കൺസൾട്ടന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി സാറ് പറഞ്ഞാൽ ന്യൂറോളജിസ്റ്റ് ഒന്നും നമുക്കിവിടെ കിട്ടില്ല. ന്യൂറോളജിസ്റ്റ് നമ്മൾ BH ഹോസ്പിറ്റലിൽ മാത്രം, GH കിട്ടുള്ളൂ. GH മെഡിക്കൽ കോളേജിലാണ് നമ്മളെ പോസ്റ്റ്, ഫയർ പോസ്റ്റൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ഇപ്പം നമ്മുടെ കാഷ്വാലിറ്റി എന്നാൽ 2 പേര് വേക്കൻ്റാണ്. അതായത് കാഷ്വാലിറ്റി അത്രയും സ്ട്രെസ്സാണെന്നാണ് അവർ പറയുന്നത്. ഒരു 24 hours കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിപ്പം ജയിലിൽ കൺസൾട്ടന്റും RMയാണ് ഇപ്പോൾ ആ ഡ്യൂട്ടി മെയിനായിട്ട് എടുക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN ആമുഖ പ്രഭാഷണം നടത്തി. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി, നഗരസഭാ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനിത ദേവി പ്രകാശ്, സുഹറ മുഹമ്മദ്, S ഷറഫ്, മുഹമ്മദ് ഗദ്ദാഫി, ഡോക്ടർ അജി C പണിക്കർ, വാർഡ് കൗൺസിലർ ആനി മാർട്ടിൻ, RMO ഡോക്ടർ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ഈ താലൂക്ക് ആശുപത്രിയുടെ വളർച്ചയുടെ ഒരു പുതിയ വഴിയായി, അല്ലെങ്കിൽ പുതിയൊരു പന്താവിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആംബുലൻസ് ബഹുമാനായിട്ടുള്ള ബെന്നി ബെഹനാൻ MPയുടെ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഈ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ആംബുലൻസ് നമ്മുടെ ആശുപത്രിയുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സഹായകരമായി മാറുന്ന ഒരു കാര്യമാണ്. കാരണം നിരവധിയായിട്ടുള്ള അസുഖബാധിതർ കൂടി വരുന്നൊരു കാലം കൂടിയാണ്. നിലപ്പിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന, സ്ട്രോക്ക് വരുന്ന, മറ്റ് അസുഖങ്ങൾ വരുന്ന, ഒരുപാട് പ്രയാസകരമായിട്ടുള്ള തീരാ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുവരാനും, ഇവിടെ വരുന്ന രോഗികൾ ചിലപ്പോൾ റെഫർ ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്ന് റെഫർ ചെയ്യാനും, മറ്റ് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എത്ര ആംബുലൻസ് ഉണ്ടെങ്കിലും തികയാത്ത നിലയിലാണ് പലപ്പോഴും ഉള്ളത്. ചില സമയത്ത് നമ്മൾ ആംബുലൻസ് വിളിച്ചാൽ നമുക്ക് ഇവിടുത്തെ ആംബുലൻസുകളൊന്നും മതിയാകാതെ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ പുറത്തുനോക്കിയാണ് ആംബുലൻസ് വിളിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിൽ ഇവിടെ നമുക്കൊരു സ്വന്തമായൊരു ആംബുലൻസ് നമ്മുടെ ആശുപത്രിയുടെ ഭാഗമായി വീണ്ടും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വളരെ ഗുണകരമായി മാറും.
അപ്പൊ ആ നിലയിൽ ഈ ഒരു ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നേരത്തെയുള്ള മുനിസിപ്പൽ സമിതി ഇത്തരം കാര്യം ബെന്നിച്ചോട് പറയും 2 വർഷമായി അതിന് ഫണ്ട് നൽകിയിട്ട്, പക്ഷേ അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ലഭ്യമായപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ബെന്നിച്ചോട് നമുക്ക് നൽകിയിട്ടുള്ള ആംബുലൻസിനെ ഫ്ലാഗ് ഓഫ് പൂർണ്ണമാണ്. ചടങ്ങിന് ശേഷം MP ബെന്നി ബഹനാൻ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.